ഇനി CPM-നുള്ള എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. കേരളത്തിലെ അടക്കം തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ രൂക്ഷ വിമർശനം ജില്ലാ സംസ്ഥാന ഘടകങ്ങളിൽ ഉയരുന്നതിനിടയിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. പിണറായിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുത്ത വിവരം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇതിനോടകം തന്നെ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചതായാണ് വിവരം. നോബൽ മാരിക്കാർ നൽകും വിശദാംശങ്ങൾ. നോബൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു ഇനിയൊരു പുനരാലോചനയൊന്നുമില്ല പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ, പിണറായി വിജയൻ തന്നെ തുടരുമെന്നുള്ളത്. പക്ഷേ സംസ്ഥാന ജില്ലാ ഘടകങ്ങളിലൊക്കെ ഉയർന്നിട്ടുള്ള അതിരൂക്ഷ വിമർശനമുണ്ട്. ഒരുപക്ഷെ പാർട്ടി ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കനത്ത പരാജയം നേരിട്ടതിന് പിന്നാലെയുള്ള ഈ വിമർശനം കൂടിയും ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ചർച്ചയാവുക? സുധീഷ് യാസ്, വെരി ഗുഡ് മോർണിംഗ്. CPM-ന്റെ 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമാകുന്നത്. ഈ യോഗം പ്രധാനമായും നടക്കുമ്പോൾ കേരളത്തിലടക്കം വലിയ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയിലേക്ക് വരും. അതോടൊപ്പം തന്നെ നിലവിൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ എത്തും എന്ന് ഉറപ്പായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി പുനരാലോചന ഇല്ല എന്നാണ് MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം കേന്ദ്ര കമ്മിറ്റിയിൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ പിണറായി വിജയന് വിമർശനം അടക്കം നേരിടാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഹനൻമുല്ലയെ പോലെ ചില നേതാക്കൾ നേരത്തെ നടത്തിയ പ്രതികരണ പ്രകാരം ഈ പറഞ്ഞ പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് മാറി നിന്നുകൊണ്ട് യുവാക്കൾക്ക് വേണ്ടി അത് അവസരം ഒരുക്കണമെന്ന നിലപാടുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുള്ള നേതാക്കളും ആരെങ്കിലും ഈ വിഷയം ഉന്നയിച്ചാലും വലിയ വാർത്തയും ചർച്ചയും ആകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇതിനോടൊപ്പം തന്നെ പല ജില്ലാ കമ്മിറ്റികളിലും അത്തരത്തിൽ യോഗങ്ങളിലൊക്കെ പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന നിരീക്ഷണം അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. എന്താണെങ്കിലും കേന്ദ്ര കമ്മിറ്റി ഏറെ നിർണായകമാവുന്ന ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവായി തുടർന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടക്കമുള്ള ചില വിവാദങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ട്. ഇന്നിപ്പോൾ രാവിലെ യോഗം ആരംഭിക്കും. ഉച്ചയോടെ ആയിരിക്കും ഒരുപക്ഷെ പിണറായി വിജയൻ എത്തുക. കാരണം തെരഞ്ഞെടുപ്പ് അടക്കം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം വൈകുന്നേരത്തോടെ മാത്രമാണ് എത്തിയുള്ളൂ. നാളെ ആയിരിക്കും സജീവമായി തന്നെ യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് ഒരു പരാജയം, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഫലം അടക്കമുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യും. അതോടൊപ്പം തന്നെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തും എന്നാണ് നമുക്ക് വിവരമുള്ളത്. കാരണം നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് പെട്രോൾ ഡീസൽ വില വർധന, ഈ പാചകവാതക വില വർധന, അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. പശ്ചിമേഷ്യ സംഘർഷം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലേക്ക് തുടർ പ്രതിഷേധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഉണ്ടാകും. എന്താണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയമായിരിക്കും ഒരു പ്രധാന വിഷയമായി തന്നെ ഉയർന്നു വരാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനെതിരെ ഒരു പക്ഷേ നേതാക്കൾ വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യത, മറ്റ് സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ശ്രുതി, ശരി, വ്യക്തമാണ്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.